ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിത് എന്താ പറയാൻ വെച്ചിരിക്കുകയാൽ, നമ്മൾ RXൻ്റെ സൈലൻസർ മാറ്റുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ RX എല്ലാവർക്കും ഡൗട്ടുണ്ടാവും. പിന്നെ ആ ഡൗട്ടിന് കാരണം എനിക്ക് അവൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന്. പിന്നെ രണ്ടാമത് വന്നിട്ട് ഞാൻ യൂസ് ചെയ്തതും ആ സാധനമാണ്. പിന്നെ അച്ഛൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നൊരു സ്കൂട്ടറായിരുന്നു. സോ അങ്ങനെ കയറി പിടിച്ചൊരു ആഗ്രഹമാണ് വിൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സാധനം ഇഷ്ടമാണ്. അപ്പോൾ ഇതിനോട് പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ്, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ്. പിന്നെ എനിക്ക് അത്രയും ഡൗട്ട് വരുന്ന സമയത്ത് ഞാനിത് അറിയാവുന്ന ആൾക്കാരോട് ജസ്റ്റ് ഞാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ RXൻ്റെ ഫ്ലൂട്ട് മാറ്റുന്ന സമയത്ത് ഒരുപാട് പേര് കാശ് കൊടുത്ത് 1500 1200 എനിക്ക് തോന്നുന്നു. നല്ലൊരു ഫ്ലൂട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്പെയർ ഹോം അങ്ങനത്തെ പേജുകളിൽ കൊടുത്തു തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പ്രൈസ് 700 രൂപ സംതിങ് എങ്ങാണ്ട് തുടങ്ങിയിട്ടാണ്. 700 രൂപ ഇല്ലാത്തവരെന്ത് ചെയ്യും, സ്വന്തമായിട്ട് അത് ഉണ്ടാക്കും. നമ്മുടെ വൈബിനോ നമ്മുടെ ഇഷ്ടത്തിനോ അനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഒന്ന് ആലോചിക്കണം, അവർ ആ കാശ് വാങ്ങണത് അതിന് വെർത്തായിട്ടുള്ളൊരു സാധനമാണ് അവർ തരിക. നിങ്ങളെ വിചാരം സൗണ്ടിനാണ് സാധനം. സൗണ്ട് മാത്രമല്ല, പിക്കപ്പ് RXനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാധനം അത്രയും മസ്റ്റുള്ള സാധനമാണ് പിക്കപ്പ്. കാരണം 100cc വെച്ച് ആ സാധനം കാണിക്കുന്നത് ഒരട്ടാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൂട്ട് മാറ്റുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, മെഷർമെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതാണ് നോർമൽ ഫ്ലൂട്ട്. അപ്പോൾ ഈ ഫ്ലൂട്ട് സൗണ്ട് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് ഫ്ലൂട്ട് ഇട്ടാലും സൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. ഇത് വന്നിട്ട് സൗണ്ട് ഒട്ടും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്ലൂട്ട് മാറ്റുന്നതും ഇതും വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഫ്ലൂട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു 70% സൗണ്ട് പക്കായിട്ട് കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ നമ്മൾ അതായത് ഈ നോർമൽ ഫ്ലൂട്ടിൽ ആരും ഗ്ലാസ് ബോൾ ഇട്ട് നോക്കാറില്ല. ഓക്കെ, ശരിക്കും ഈ നോർമൽ ഫ്ലൂട്ടിൽ നമ്മൾ ഗ്ലാസ് ബോൾ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് അത്യാവശ്യം ക്വാളിറ്റിയിലെ സാധനം കൊടുക്കും. പിന്നെ ഇപ്പോൾ RXൻ്റെ സൈലൻസർ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ മസ്റ്റ് സൈലൻസർ ചിലവർ കണ്ടിട്ടുണ്ടാവും. വണ്ടി നമ്മൾ പഴക്കം ചെയ്യുന്തോറും ഒറിജിനൽ സാധനം കിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് സാധനമായിരിക്കും. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, ഒറിജിനൽ സാധനം കിട്ടാൻ വഴി ഉണ്ടാവില്ല. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിന് ക്വാളിറ്റി കുറയും. നമ്മൾ എന്ത് തന്നെ ഇട്ട് കുത്തിരിയാലും ആ ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ ഇതിൽ നോർമലല്ല, 1500 2000 കൊടുത്ത് വാങ്ങിച്ച ഫ്ലൂട്ടാണ് നമുക്ക് ഉപകാരമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് സൗണ്ട് കിട്ടാൻ നമ്മുടെ ഇവിടെയായിട്ട് നമ്മുടെ ഒരു കുഞ്ഞൊരു കപ്പ് വരുന്നുണ്ട്, ഇവിടെ. അപ്പോൾ ആ സാധനം എടുത്ത് മാറ്റിയിട്ട് ഇട്ടിട്ട് ഗ്ലാസ് ബോൾ ഇട്ടാൽ തന്നെ ഈ നോർമൽ ഫ്ലൂട്ടിൽ പക്ക സൗണ്ട് കിട്ടും. ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതിൽ കിട്ടും, അങ്ങനെ ഇതിൽ ഒറിജിനൽ സൗണ്ട് കിട്ടും. അപ്പോൾ നമുക്കപ്പോൾ ഇഞ്ചൻ വലുതായിട്ട് അടി വാങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് സൗണ്ടുള്ള എക്സ്ട്രാ ഫ്ലൂട്ടുകൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചൻ നല്ലപോലെ അടി വാങ്ങും. അപ്പോഴാണ് അത് എക്സ്ട്രാ നോയ്സ് കൊടുത്ത് തുടങ്ങും. ഇഞ്ചനെ കൊണ്ട് താങ്ങാനാവില്ലേ എന്നാണ്ട് കത്തുകയാണത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫ്ലൂട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല, ജസ്റ്റ് 200 രൂപേൻ്റെ അടുത്താണ് വരുന്നത്. 200 വലിയൊരു റേറ്റ് അല്ല എന്നല്ല, എന്നാലും ഈ 1500 1700 2000 രൂപേൻ്റെ ഫ്ലൂട്ട് വാങ്ങണവർക്ക് 200 രൂപ ഒന്നുമല്ല. പിന്നെ 1000 സ്ട്രോക്ക് കാശ് ഉണ്ടായതുകൊണ്ട് വെച്ച് നടക്കില്ല, ഒക്കെ വികാരത്തിന് വേണ്ടി ഇത്രയൊക്കെ ചിലവാക്കണവർ അതിന് അടി വരാത്ത രീതിയിൽ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും പ്രശ്നമുണ്ടല്ലോ, ഇങ്ങനെ ആരെങ്കിലും ചെയ്തത് പ്രശ്നമായി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നല്ലേ കമൻറ്റ് അടിച്ചാൽ മതി. ഞാൻ കുറച്ച് യൂസ് ചെയ്ത് നോക്കി, എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ഫ്ലൂട്ട് മാറ്റിയ സമയത്തായിരുന്നു എനിക്ക് ഇഞ്ചൻ നോയ്സ് വന്നിട്ട്.
അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ആർക്കും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കാം. ഞാൻ ചെയ്യണോണ്ട് എന്താണ് ആർക്കും ഉപകാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.